ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് തജ്വീദുൽ ഖുർആൻ, 5ാം ക്ലാസ്സിൻ്റെ തജ്വീദുൽ ഖുർആനിൻ്റെ 1ാമത്തെ പാഠം മുതൽ 4ാമത്തെ പാഠം വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു മോഡലാണ്. അപ്പം ഇതിൽ ഉള്ളതുപോലെ ഇപ്പോൾ ഇവിടെ ഇൽഹാറിൻ്റെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇഖ്ഫാഇൻ്റെ ചോദ്യം ചോദിച്ച് അതിൻ്റെ അക്ഷരാണോ എന്ന് ചോദിച്ചിട്ട് തരാം. അപ്പോൾ അതുപോലെ ചോദ്യങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കി വേറെയും പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം ശരി അടയാളപ്പെടുത്താനാണ്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതാണെന്നാണ്. അപ്പോൾ ഇവിടെ നൂന് വാവ്, ഐന് ഹ, ഖാഫ് കാഫ്. അപ്പം നമുക്കറിയാം ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ 6 ഹംസ ഹ, ഐന് ഹ ഹ. അപ്പോൾ ഇവിടെ ഐന് ഹ വന്നിട്ടുണ്ട്, നമുക്ക് ശരി അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അതുപോലെ ഇവിടെ ഇത് ആമിൻ്റെ അക്ഷരമാണ് ചോദിച്ചതെങ്കിൽ ഇത് ആമും ബിന്നയുടെ അക്ഷരമാണ് ഇവിടെ നൂന് വാവ്. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാൻ വരാം. അതുപോലെ ഇഖ്ഫ ആണ് ചോദിച്ചതെങ്കിൽ ഇത് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അപ്പം അത് മനസ്സിലാക്കാം. ഇനി അതുപോലെ ഇക്ലാബിന് ഒരക്ഷരമേ ഉള്ളൂ, നമുക്കറിയാം. ഏതാണ്? ബ ആണ് ഇക്ലാബിൻ്റെ അക്ഷരം. അപ്പം നമുക്കത് ശരി അടയാളപ്പെടുത്താം. ഇത് ആമും ബിലാവുന്നയുടെ അക്ഷരമാണ്. ലാം മനസ്സിലാക്കാം. മീമ് ഇത് ആമും ബിയുന്നയുടേതാണ്. നൂന് വാവ് മീമ് യാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മറ്റു ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ടിക്ക് ചെയ്യാൻ രീതിയിൽ മനസ്സിലാക്കുക അക്ഷരങ്ങളൊക്കെ. അടുത്ത 3ാമത്തെ ചോദ്യം എന്താണ്? ഹൽക്കിൻ്റെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന 2 അക്ഷരങ്ങൾ. മഹാരിജുൽ ഹുറൂഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഹാരിജുൽ ഹുറൂഫ് 5 അല്ലേ? ഏതൊക്കെയായിരുന്നു? അക്ഷരങ്ങൾ പുറപ്പെടുന്നത് 5 സ്ഥലങ്ങളിൽ നിന്നാണ്. തൊണ്ട, നാവ്, 2 ചുണ്ടുകൾ, തരിമൂക്ക്, വായയുടെ ഉൾഭാഗം. അതിൽ തൊണ്ടയുടേത് പറയുന്നുണ്ട്. തൊണ്ടയുടെ താഴെ അറ്റം, ഹൽക്കിൻ്റെ താഴെ അറ്റം. പിന്നെ ഹൽക്കിൻ്റെ മധ്യം, തൊണ്ടയുടെ മധ്യഭാഗം. ഹൽക്കിൻ്റെ മേലെ അറ്റം, അതായത് തൊണ്ടയുടെ മേലെ അറ്റം മനസ്സിലാക്കുക. തൊണ്ടയിൽ നിന്ന് അക്ഷരങ്ങൾ പുറപ്പെടുന്ന 3 ഭാഗങ്ങളാണ്. 3 ഭാഗങ്ങൾ. അപ്പോൾ ഹൽക്കിൻ്റെ താഴെ അറ്റത്ത് നിന്ന് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ തന്നെ ഹംസ ഹ, ഐന് ഹ, ഐന് ഹ. അപ്പം അത് നന്നായി മനസ്സിലാക്കുക. ഹംസ ഹ അത് ഹൽക്കിൻ്റെ താഴെ അറ്റത്തു നിന്നാണ്. ഹംസ ഹ ഹൽക്കിൻ്റെ താഴെ അറ്റത്തുനിന്ന്. ഹംസ ഹ കഴിഞ്ഞ ഐന് ഹ അത് മധ്യത്തു നിന്നാണ്. പിന്നെ ഐന് ഹ അത് മേലെ അറ്റത്തു നിന്നാണ്. അപ്പം അത് ഓർഡറിൽ മനസ്സിലാക്കുക. താഴെന്ന് മേലേക്ക്, നമ്മുടെ തൊണ്ടയിൽ നിന്ന് താഴെന്ന് മേലേക്ക്. അപ്പോൾ തൊണ്ടയിൽ ടച്ച് ചെയ്യുക. താഴ്ഭാഗത്തുനിന്ന് ഹംസ ഹ, കുറച്ച് സെൻട്രലായിട്ട് നടുവിലായിട്ട് ഐന് ഹ, പിന്നെ മേലെ അറ്റം നമ്മുടെ അണ്ണാക്ക് മനസ്സിലാക്കുക. അത് ഐന് ഹ. അപ്പോൾ ഇവിടെ മധ്യഭാഗത്ത് നിന്നാണ്. അപ്പോൾ മധ്യത്ത് നമ്മൾ പറഞ്ഞത് ഐനും ഹ ആണ്. ഐനും ഹ അത് നമുക്കിവിടെ ടിക്ക് ചെയ്യാം. ഐന് ഹ. അപ്പോൾ മനസ്സിലാക്കുക ഇവിടെ ഐനും ജീമും ആണ്. അപ്പോൾ ഇതൊന്നും ഹൽക്കിൻ്റെ അക്ഷരത്തിൽ ജീമില്ല. ഇവിടെ ഹ ലാം ഇതില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണ്? പ്രധാന മഹ്റജുകൾ എത്ര? അക്ഷരങ്ങൾ പുറപ്പെടുന്ന പ്രധാന മഹ്റജുകൾ 5 നമുക്കത് ടിക്ക് ചെയ്യാം. മനസ്സിലാക്കുക. അടുത്ത് മദ്ദുല്ലീന് എത്ര നീട്ടലാണ് നല്ലത്? മദ്ദുല്ലീന് ഇവിടെ ഓപ്ഷൻ 3 അലിഫ്, 6 അലിഫ്, 1 അലിഫ്. അപ്പം മദ്ദുല്ലീൻ എന്തായാണ് നമ്മൾ പഠിച്ചത്? 3 അലിഫിൻ്റെ കതിർ നീട്ടാമെങ്കിലും 1 അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്.
അപ്പോൾ മദ്ദുല്ലീന് എത്ര നീട്ടലാണ് നല്ലത് എന്നാണ് ഇവിടെ ചോദ്യം. ഒരലിഫിൻ്റെ കതിറായി നീട്ടലാണ് നല്ലത്. അപ്പം മദ്ദുൽ ആരിൽ നമ്മൾ പഠിച്ചത് 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടാം. 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടാം എന്നാണ്. 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടാം. അതാണ് മദ്ദുൽ ആരിൽ മനസ്സിലാക്കുക. പിന്നെ മദ്ദുൽ ലാസിം, അത് 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. അങ്ങനെ 3 രീതിയാണ് അവിടെ നന്നായി മനസ്സിലാക്കേണ്ടത്. ലാസിമ് 3 അലിഫ് നീട്ടൽ നിർബന്ധമാണ്. ആരിൽ 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത്. ലീന് മദ്ദുൽ ലീന് 1 അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്. മനസ്സിലാക്കുക. അടുത്തത് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൽക്കിൻ്റെ മേലെ അറ്റത്തുനിന്ന് പുറപ്പെടുന്നതാണെന്ത്? ഒയിനും ഹ ഉം. അപ്പോൾ അതിൻ്റെ സി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. സി. മദ്ദുൽ ലാസിം എന്താണ്? ലാസിം ഹർഫി. ലാസിം എന്ന ഹർഫിയും കലമിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അലിഫ് ലാം മീം ലാസിം ഹർഫി. അപ്പം അതിൻ്റെ ബി തന്നെയാണ് അവിടെ നേരെ വരുന്നത്. മനസ്സിലാക്കുക. ഇദ്ഗാമും ബിയുന്നയുടെ അക്ഷരമാണ് നൂന് വാവ്. അപ്പം അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. തോ ലോ കാഫ്, അത് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ് എ. അപ്പോൾ അങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാം. ഇതുപോലെ മറ്റുള്ളത് വന്നേക്കാം. ഇവിടെ മദ്ദുൽ ലാസിം ചോദിച്ചതുപോലെ മദ്ദുൽ ആരിൽ, മദ്ദുൽ ലീന്, മുത്തസിൽ, മുഫസിൽ അതൊക്കെ വരാം. മനസ്സിലാക്കുക. ഇനി അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? മദ്ദുൽ ഫർഇ എത്ര ഇനം? മദ്ദുൽ ഫർഇ 5 ഇനാണ്. മദ്ദുൽ ഫർഇ 5 ഇനം. ഏതൊക്കെയാണ് മദ്ദുൽ ഫർഇ? മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിൽ, ലീൻ. അങ്ങനെ 5 ഇനം. മനസ്സിലാക്കുക. അടുത്തത് മദ്ദക്ഷരത്തിന് ശേഷം എന്ത് വന്നാലാണ് മദ്ദുൽ മുത്തസിൽ ഉണ്ടാകുന്നത്? മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ ഉണ്ടാകുമ്പോഴാണ്. ഹംസ വന്നാലാണ് മുത്തസിൽ ഉണ്ടാകുന്നത്. മനസ്സിലാക്കുക. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ വന്നാൽ മുൻഫസിൽ ഉണ്ടാകുന്നു. അപ്പം മുത്തസിലും മുൻഫസിലും മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരുമ്പോഴാണ്. മനസ്സിലാക്കുക. അടുത്ത് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ എത്ര? സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ 5. ഇൽഹാറ്, ഇദ്ഗാം ബിയുന്ന, ഇദ്ഗാം ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇങ്ങനെ 5 വിധികൾ. മനസ്സിലാക്കുക. അടുത്തത് ഇദ്ഗാമും ബിയുന്നയുടെ അക്ഷരങ്ങൾ നൂന്, വാവ്, മീമ്, യാ. മനസ്സിലാക്കി എഴുതുക. ഇതുപോലെ ഇൽഹാറിൻ്റെ ചോദിച്ചാൽ എഴുതാൻ കഴിയണം. ഇദ്ഗാമും ബിലാഉന്നയുടെ ചോദിച്ചാൽ എഴുതാൻ കഴിയണം. ഇഖ്ലാബിൻ്റെത് ഇഖ്ഫായിൻ്റെ അക്ഷരത്തിൽ നിന്ന് 5 എഴുതുക. അപ്പോൾ അതിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് 5 എഴുതുക. അങ്ങനെയൊക്കെ വരാം. മനസ്സിലാക്കുക. അടുത്തത് ലാ അഅ്ബുദു എന്നതിലെ മദ് ഏത്? ലാ എന്നതിൽ ഇവിടെ മദ് വന്നു. ലാ അതൊരു കലിമത്ത്. അതിൻ്റെ അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ വന്നു. അപ്പോൾ അവിടെ മദ്ദുൽ മുൻഫസിൽ ഒരു കലിമത്ത്, അടുത്ത കലിമത്ത്. അപ്പോൾ മുൻഫസിൽ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. മുൻഫസിൽ ഒരേ കലിമത്തിൽ വന്നാലാണ് മുത്തസിൽ. ഇത് 2 കലിമത്താണ് വന്നത്. അപ്പോൾ മുൻഫസിൽ. അപ്പോൾ അത് എഴുതുക. മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് എത്തിയത്? ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ശേഷം സജ്ജരിതരായ സഹാബത്ത്, താബിഊകൾ, ഇമാമുകൾ തുടങ്ങിയ ഗുരുപരമ്പരയിലൂടെ നമുക്ക് ലഭിച്ചു. ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വന്നതാണ്. മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് ഹിജായിയ അക്ഷരങ്ങൾക്ക് എത്ര മഖ്റജുകളുണ്ട്? ഹിജായിയ അക്ഷരങ്ങൾക്ക് എത്ര മഖ്റജുകളാണുള്ളത്? ഹിജായിയ അക്ഷരങ്ങൾക്ക് 17 മഖ്റജുകളാണുള്ളത്. ഹിജായിയ അക്ഷരങ്ങൾക്ക്
17 മഹ്റജുകളാണുള്ളത്. അപ്പോൾ അത് ഹിജായി ആയ അക്ഷരം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ കുട്ടികൾക്ക് അറിയൂല. എന്താണ് ഹിജായി ആയ? ഞാൻ ക്ലാസ് ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ തന്നെ എന്താണ് ഹിജായി ആയ അക്ഷരങ്ങൾ എന്നൊക്കെയാണ് കുട്ടികൾ ചോദിക്കാറ്. ഹിജായി ആയ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറബി ലെറ്റേഴ്സാണ്. അലിഫ്, ബാ, താ, സാ, ജീം, അങ്ങനെ 29 ഹിജായി ആയ അക്ഷരങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. ആ 29 അക്ഷരങ്ങൾക്ക് 17 മഹ്റജുകളാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മഹാരജിൽ ഹുറൂഫ്, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾ 5 എണ്ണമാണ്. അപ്പോൾ ഇവിടെ മഹ്റജുകൾ 17 ഉണ്ട്. അപ്പം അത് 29 അക്ഷരങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഒന്നിലധികം അക്ഷരങ്ങൾ പുറപ്പെടുന്നത് കൊണ്ടാണ് 29 അക്ഷരത്തിന് 29 മഹ്റജ് ഇല്ലാത്തത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അതൊരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ പറയാം നമുക്ക്. അപ്പോൾ ഇത് ഹിജായി ആയ അക്ഷരങ്ങൾ 29 അതിന് 17 മഹ്റജുകളാണുള്ളത്. അടുത്തത് എന്താണ്? മദ്ദുൽ അസ്ലി എന്നാൽ എന്ത്? മദ്ദുൽ അസ്ലി എന്നാൽ എന്താണ്? മദ്ദക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം, മദ്ദക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം നീട്ടുന്നതിനാണ് മദ്ദുൽ അസ്ലി എന്ന് പറയുന്നത്. മദ്ദുൽ അസ്ലി മനസ്സിലാക്കുക. മദ്ദുൽ ഫർഇ എന്നാൽ എന്തെന്നുണ്ട്. എന്താണ്? അസ്ലിയേക്കാൾ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ഫർഇ എന്ന് പറയുന്നത്. അതായത് മദ്ദക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം നീട്ടുന്നത് അസ്ലിയേക്കാൾ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ഫർഇ എന്ന് പറയാം. അപ്പോൾ മനസ്സിലാക്കുക. അടുത്ത് പ്രധാനപ്പെട്ട മഹ്റജ് ഏതല്ല? പ്രധാനപ്പെട്ട മഹ്റജുകൾ ഏതൊക്കെയാണ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മഹാരിജിൽ ഹുറൂഫിലെ പ്രധാനപ്പെട്ട മഹ്റജുകളാണ് തൊണ്ട, നാവ്, ചുണ്ടുകൾ, തരിമൂക്ക്, വായയുടെ ഉൾഭാഗം. അതാണ് പ്രധാനപ്പെട്ട മഹ്റജുകൾ. മനസ്സിലാക്കിയത്. അടുത്തത് 29 അക്ഷരങ്ങൾക്ക് 17 മഹ്റജുകൾ മാത്രം വരാൻ കാരണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? 29 ഹിജായിയായ അക്ഷരങ്ങൾക്ക് 17 മഹ്റജുകൾ വരാൻ കാരണം ഒരു മഹ്റജിൽ നിന്ന് തന്നെ ഒന്നിലധികം അക്ഷരങ്ങൾ പുറപ്പെടുന്നത് കൊണ്ടാണ് അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മഹ്റജുകളുടെ എണ്ണമില്ലാത്തത്. അപ്പം നന്നായി മനസ്സിലാക്കാം. പാഠത്തിൽ വന്ന ചോദ്യമാണത്. നിങ്ങളുടെ 4ാമത്തെ പാഠത്ത് വന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നന്നായി പഠിക്കാം. തജ്വീദിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളെ പഠിക്കാനുള്ളൂ, ബാക്കിയൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് മഹ്റജ് മാറിയാൽ എന്താണ് കുഴപ്പം? മഹ്റജ് മാറിയാൽ എന്താ കുഴപ്പം? മഹ്റജ് മാറിയാൽ അക്ഷരങ്ങൾ തന്നെ മാറുകയും അർത്ഥവും ആശയവും വ്യത്യാസപ്പെടുകയും ചെയ്യും. മഹ്റജ് മാറിയാൽ അക്ഷരങ്ങൾ തന്നെ മാറും, അപ്പോൾ അർത്ഥവും ആശയവും വ്യത്യാസപ്പെടും. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? മനുഷ്യരായ നമ്മോടുള്ള അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ എന്ന വിചാരത്തോടെ നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയുമാവണം നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. 1ാമത്തെ പാഠത്തിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ്. മനസ്സിലാക്കുക. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറയുന്ന രീതിയിൽ തന്നെയാണ്. സ്പീഡ് കൂട്ടിയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആരോ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് സ്പീഡ് കൂട്ടണം. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം. സ്പീഡ് കൂട്ടണമെന്നുള്ളത്. സ്പീഡ് കൂട്ടുമ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വ്യക്തതക്കുറവ് തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് എന്താണ് ചോദ്യം വരുന്നത്? മദ്ദുൽ ലാസിം എന്നാൽ എന്ത്? എന്താണ് മദ്ദുൽ ലാസിം വരുന്നത്? മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം അതേ കലിമത്തിൽ ലാസിമായ സുക്കൂന് വന്നു. സ്ഥിരമായ സുക്കൂന്. ലാസിമായ സുക്കൂന് എന്ന് പറഞ്ഞാൽ സ്ഥിരമായ സുക്കൂന് വന്നതാണ് മദ്ദുൽ ലാസിം എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം അതേ കലിമത്തിൽ ലാസിമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. മനസ്സിലാക്കുക. അത് എഴുതുക. അടുത്തത് എന്താണ്? അക്ഷരങ്ങൾ എഴുതാനാണ്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം. ഹംസ, ഹ, ഐന്, ഹ, ഐന്, ഹ. അത് എഴുതാം. അടുത്ത ഇഖ്ഫാ. ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളുണ്ട്. അത് എഴുതുക. ത, സ, ജീമ്, അങ്ങനെ നമ്മളുടെ ബാക്കി അക്ഷരങ്ങളൊന്നും വിടാത്ത അക്ഷരങ്ങൾ ഇവിടെയൊക്കെ എഴുതുക. അത് ആദ്യം ഇതൊക്കെ എഴുതിയാൽ മതി. ഇത് അംബെ ഉന്നയുടേത്,
നൂന് വാവ് മീമ് യാ അത് എഴുതാം. ഇദാം ബിലാ ഉന്ന ലാമ് റ ഇക്ലാബിന് ബ. അപ്പോൾ ഇതിലൊന്നും എഴുതാത്ത ബാക്കി അക്ഷരങ്ങൾ നമുക്ക് ഇതിലെഴുതി അങ്ങനെ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് തജ്വീദ് ഖുർആൻ ചോദ്യപേപ്പറിൽ വന്നത്. ഇനി നിങ്ങൾ ആ 4 പാഠത്തു നിന്ന് നിങ്ങൾ പഠിക്കേണ്ട മറ്റു കാര്യങ്ങൾ പറയാം. എന്താണ് മദ്ദുകൾ എത്ര വിധമാണ്? മദ്ദുകൾ 2 വിധമാണ്, അസ്ലിയും ഫർഇയും. ഫർഇ 5 വിധം. അതാണ് മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിൽ, മദ്ദുല്ലീന്. മദ്ദുകളെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും അവസാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം. മദ്ദുകൾ 2 വിധം, അസ്ലി, ഫർഇ. മദ്ദുൽ ഫർഇ 5 ഇനങ്ങളാണ്: മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിൽ, മദ്ദുല്ലീന്. അപ്പോൾ എന്താണ് മുത്തസിലെന്നും എത്ര നീട്ടണമെന്നും മുൻഫസിൽ എന്താണ് അത് എത്ര നീട്ടണമെന്നും ലാസിം അതൊക്കെ എഴുതി നമുക്ക് 5 വരി കംപ്ലീറ്റ് ആക്കാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക മദ്ദുകളെ കുറിച്ചിട്ടുള്ളത്. അതുപോലെ അഹ്കാമുൻ നൂനി സാക്കിനത്ത് വ തൻവീൻ, സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ എത്ര വിശദീകരിക്കുക. 5 ഇൽഹാർ. അപ്പോൾ നമ്മൾ അവസാനത്ത് പറഞ്ഞ ഇൽഹാർ, ഇദാം ബിലാ ഉന്ന അത്. പിന്നെ 1-ാമത്തെ പാഠം ഹൈറുൽ കലാം, അള്ളാഹു താലയുടെ കലാം വിശുദ്ധ ഖുർആൻ എന്നതിനെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം. പിന്നെ വരുന്നത് മഹാരിജുൽ ഹുറൂഫാണ്. അതും ഇതുപോലെ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾ 5 വിശദമാക്കി എഴുതാനും ഉണ്ടാവും. ഏതൊക്കെയാണ് സ്ഥലങ്ങൾ, അതിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്ര എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഖുർആൻ പാരായണ നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ത്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് എഴുതും? ഖുർആൻ പാരായണ നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മഹ്റജുകളെ കുറിച്ചുള്ള അറിവ്. അതിൻ്റെ ആൻസർ വരിക മഹ്റജുകളെ കുറിച്ചുള്ള അറിവാണ്. ഖുർആൻ പാരായണ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹ്റജുകളെ കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ നമ്മൾ മുമ്പുള്ള ചോദ്യപേപ്പറൊക്കെ എക്സാമിൻ്റെ ഈ പാഠബുക്കിൻ്റെ മുൻപ് നടത്തിയ ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ചോദ്യപേപ്പറുകളുണ്ട്, അത് നമുക്ക് സമയം കിട്ടിയാൽ ചെയ്യണം ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ ചോദ്യപേപ്പറുകളൊക്കെ ഉപകാരപ്പെടുത്തുക. ഇനി അത് വെച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് എങ്ങനെ ചോദ്യം വരും എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ചോദ്യപേപ്പർ മുഴുവനായിട്ട് എടുക്കാൻ കഴിയാത്തവർ എൻ്റെ അടുത്ത് ഒന്ന് മെസ്സേജ് ചെയ്താൽ അവർക്ക് ഞാൻ പ്ലേലിസ്റ്റ് അയച്ചു കൊടുക്കുക. ചോദ്യപേപ്പറുകളും റിവിഷൻ ക്ലാസ്സുകളൊക്കെ ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉപകാരപ്പെടുത്തുക. എൻ്റെ മൊബൈൽ നമ്പർ 82 89 89 29 85. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.